ഈശോ 12 അപ്പസ്തോലന്മാരെ തിരഞ്ഞെടുത്തിരിക്കുകയാണ്. 3 കാര്യങ്ങളാണ് അവിടെ പ്രധാനപ്പെട്ട ദൗത്യം എന്ന് പറയുന്നത്. ഒന്ന്, തന്നോടുകൂടി ആയിരിക്കാൻ; വചനം പ്രസംഗിക്കാൻ അയക്കാൻ; പിശാചുക്കളെ ബഹിഷ്കരിക്കാൻ. പക്ഷേ ഈശോ ആദ്യം ആഗ്രഹിക്കുന്ന ഒറ്റ കാര്യമുള്ളൂ, തന്നോടുകൂടെ ആയിരിക്കുക. ശിഷ്യന്മാരുടെ, അപ്പസ്തോലന്മാരുടെ പ്രധാനപ്പെട്ട ദൗത്യം തന്നെയാണ്. നമ്മുടെയൊക്കെ ജീവിതത്തിൻ്റെ വലിയ ദൗത്യം എന്ന് പറയുന്നത് ഈശോയുടെ കൂടെ ആയിരിക്കുക എന്നുള്ളത് തന്നെയല്ലേ. ദൈവം ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത് തന്നെയാണ് ദൈവത്തോടു കൂടെ ആയിരിക്കുക. നിൻ്റെ ജീവിതത്തിലെ വിലപ്പെട്ട സമയങ്ങൾ ചിലതൊക്കെ ദൈവത്തിന് സമർപ്പിക്കുക എന്നുകൂടി അതിനൊരു വ്യാഖ്യാനമുണ്ട് സ്നേഹമുള്ളവരെ. ഓക്കെ, ത്രിത്വത്തിൻ്റെ തിരുനാൾ, 3 വ്യക്തികൾ, ദൈവം ഒറ്റയ്ക്കല്ല എന്നുള്ള വലിയൊരു ഓർമ്മപ്പെടുത്തൽ, നമ്മളുടെ ജീവിതത്തിൽ മറ്റുള്ളവരെ ഒറ്റപ്പെടുത്തരുതെന്നുള്ള വലിയൊരു ഓർമ്മപ്പെടുത്തൽ ഇന്നത്തെ സുവിശേഷം നമ്മളോട് ചേർത്ത് വയ്ക്കുന്നുണ്ട്. കൂടെ ആയിരിക്കാനായിട്ട്, ദൈവത്തിൻ്റെ കൂടെ ആയിരിക്കാനായിട്ട് ദൈവം ആഗ്രഹിക്കുന്നു. പഴയ നിയമത്തിൽ നമ്മൾ വായിക്കുന്നില്ലേ, അവൻ ഏകനായിരിക്കുന്നത് നല്ലതല്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് അവന് ഇണയെ ചേർത്ത് കൊടുക്കുന്നത്. പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ ദൈവം ആഗ്രഹിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ദൗത്യം, അവൻ്റെ കൂടെ ആയിരിക്കാനായിട്ട് ദൈവം ആഗ്രഹിക്കുന്ന ഒരു വലിയ ബോധ്യപ്പെടുത്തൽ, അതാണ് ഇന്നത്തെ സുവിശേഷ സ്നേഹമുള്ളവരെ. നമുക്ക് ഈശോയോട് ചേർന്നിരിക്കുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ദൗത്യം. ദൈവം ആഗ്രഹിക്കുന്ന ഏറ്റവും വലിയ കാര്യം അത് തന്നെയാണ്. അപ്പോൾ ജീവിതത്തിൽ മറ്റുള്ളവരെ ഒറ്റപ്പെടുത്തി പോകുന്നുണ്ടെങ്കിൽ, മറ്റുള്ളവരെ മാറ്റി നിർത്തുന്നുണ്ടെങ്കിൽ, അതാണ് ഏറ്റവും വലിയ പാപം. ദൈവം ആരെയും ഒറ്റപ്പെടുത്താനോ തനിച്ചാക്കാനോ ആഗ്രഹിക്കുന്നില്ല. ചിലപ്പോഴൊക്കെ നമ്മുടെ സൗഹൃദങ്ങളിൽ, നമ്മുടെ ബന്ധങ്ങളിൽ, നമ്മുടെ ഇടപെടലുകളിലൊക്കെ മറ്റുള്ളവരെയൊക്കെ ചിലപ്പോൾ മാറ്റി നിർത്തിയെന്ന് വരാം, ഒറ്റപ്പെടുത്തിയെന്ന് വരാം. സ്നേഹമുള്ളവരെ, ദൈവം ആഗ്രഹിക്കാത്ത, ഇഷ്ടപ്പെടാത്ത കാര്യമാണെന്ന് വചനം ഓർമ്മിപ്പിക്കുകയാണ്. അപ്പം അതുകൊണ്ട് അപ്പസ്തോലന്മാരെ ഈശോ തിരഞ്ഞെടുക്കുമ്പോൾ പ്രധാനപ്പെട്ട ദൗത്യം എന്ന് പറയുന്നത് അവൻ്റെ കൂടെ ആയിരിക്കുക എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ നമുക്കും ഈശോയുടെ കൂടെ ആയിരിക്കാനായിട്ട് ഇന്ന് പരിശ്രമിക്കാം. അതുപോലെ തന്നെ എൻ്റെ ബന്ധങ്ങളിൽ, എൻ്റെ സൗഹൃദങ്ങളിൽ കൂടെ ആയിരിക്കുന്ന, അവൻ്റെ ബലഹീനതകളിലും അവൻ്റെ പോരായ്മകളിലൊക്കെ ഒന്ന് കൂടെ ആയിരിക്കുന്ന ഒരു മനോഭാവം വളർത്തിയെടുക്കാനായിട്ട് നമുക്ക് പരിശ്രമിക്കാം. ദൈവം സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.